മലയാള സിനിമയിലെ ദുഃഖപുത്രിയാണ് ശാരദ. തുലാഭാരം, സ്വയംവരം എന്നീ രണ്ട് ചിത്രങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ദുഃഖത്തെ ആർദ്രമായി സന്നിവേശിപ്പിക്കാനുള്ള ശാരദയുടെ കഴിവ് ഈ രണ്ട് ചിത്രങ്ങളിലും ദൃശ്യമാണ്. രണ്ട് ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു. സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ ചിത്രം കൂടിയാണ്. തുലാഭാരത്തിനും സ്വയംവരത്തിനും ശാരദയ്ക്ക് ദേശീയ അവാർഡും ലഭിച്ചു. മികച്ച നടിയാണ് ശാരദ. ആന്ധ്രാപ്രദേശിൽ നിന്ന് ശാരദ മലയാളത്തിലെത്തിയത് അവസരം തേടി തന്നെയാണ്. ആദ്യമായി അവസരം തേടിയെത്തുന്നത് കുഞ്ചാക്കോ മുതലാളിയുടെ മുമ്പിൽ. അപ്പോൾ സത്യനും കൂടെ ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ ശാരദയെ നോക്കി, ഇരുനിറക്കാരി, പൊക്കമുണ്ട്, പക്ഷേ സിനിമയ്ക്ക് പറ്റിയ ഫിഗറാണോ എന്ന് കുഞ്ചാക്കോ സത്യനോട് ചോദിച്ചു. സത്യൻ മറുപടി പറഞ്ഞു, ഇവൾ കുതിരയെ പോലെ കുതിച്ചു പായും. എന്തായാലും സത്യൻ പറഞ്ഞത് അച്ചട്ടായി മാറി. മലയാള സിനിമയിൽ പിന്നീട് ശാരദയുടെ യുഗപ്പിറവി ആരംഭിക്കുകയായിരുന്നു. ശാരദയ്ക്ക് സത്യൻ മാസ്റ്ററായിരുന്നു എല്ലാം. സത്യൻ മാസ്റ്ററെ ഗുരുതുല്യനായിട്ടായിരുന്നു ശാരദ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സത്യൻ മാസ്റ്ററുടെ സിനിമകളിൽ ചില വിട്ടുവീഴ്ചകൾ കാണിക്കാൻ ശാരദ തയ്യാറായിരുന്നു. സെക്സിയായി അഭിനയിക്കില്ല എന്നൊരു കടുംപിടുത്തം ശാരദയ്ക്ക് ഉണ്ടായിരുന്നു. അത് സംവിധായകരും നിർമ്മാതാക്കളും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ രണ്ട് ചിത്രങ്ങളിൽ ശാരദ സെക്സിയായി അഭിനയിച്ചു. രണ്ട് ചിത്രങ്ങളും സത്യൻ മാസ്റ്ററുടെ ചിത്രങ്ങളായിരുന്നു. ഒന്ന് മിടുമിടുക്കി എന്ന ചിത്രത്തിൻ്റെ കുളിസീനിൽ ശാരദ സത്യൻ മാഷോടൊപ്പം വളരെ സെക്സിയായാണ് അഭിനയിക്കുന്നത്. ശാരദയുടെ ശരീരവടിവ് നന്നായി ഒപ്പിയെടുത്തു മിടുമിടുക്കിയിലെ സംവിധായകൻ. ആ ചിത്രത്തിലാണ് അകലെ അകലെ നീലാകാശം എന്ന സൂപ്പർ ഹിറ്റ് ഗാനമുള്ളത്. മിടുമിടുക്കി സൂപ്പർ ഹിറ്റായതിന് പിന്നിൽ ശാരദയുടെ കുളിസീനിനും പ്രത്യേക റോളുണ്ടായിരുന്നു. ആ കുളിസീൻ കാണാൻ പല പ്രാവശ്യം പ്രേക്ഷകർ ഇടിച്ചു കയറി. ശാരദ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഇത്. മറ്റൊന്ന് യക്ഷിയാണ്. യക്ഷിയിലും ശാരദ വളരെ സെക്സിയായാണ് അഭിനയിച്ചത്. ഈ രണ്ട് ചിത്രങ്ങളും സത്യൻ മാസ്റ്ററുടെ ചിത്രങ്ങളാണ്. രണ്ട് ചിത്രങ്ങളിലും ശാരദ സെക്സിയായി അഭിനയിച്ചു. പടങ്ങൾ രണ്ടും സൂപ്പർ ഹിറ്റായി മാറി. എന്നാൽ പിന്നീട് ശാരദ സെക്സിയായി അഭിനയിക്കാൻ വിസമ്മതിച്ചു. അത് സംവിധായകർ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. മലയാളത്തിൽ നിന്ന് സ്വന്തം തട്ടകമായ തെലുങ്കിലെത്തിയപ്പോൾ ശാരദയ്ക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ ലഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥയടക്കമുള്ള വേഷങ്ങൾ ശാരദ ചെയ്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സിനിമ അഭിനയത്തിലൂടെ സമ്പത്ത് വെട്ടിപ്പിടിച്ച നടിയാണ് ശാരദ. ശാരദ പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങി MP ആയി തെലുങ്ക് നാട്ടിൻ്റെ സ്പന്ദനമായി മാറി. തെലുങ്കർ ഇപ്പോൾ ശാരദയെ കാണുന്നത് അമ്മയ്ക്ക് തുല്യമായിട്ടാണ്. മലയാളികളും ശാരദയെ ഏറെ ഇഷ്ടപ്പെടുന്നു. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഏറെ ബഹുമാനിക്കുന്ന നടിയാണ് ശാരദ. ശാരദയ്ക്ക് ആന്ധ്രാപ്രദേശിൽ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഇപ്പോഴുണ്ട്. ബിസ്ക്കറ്റ് ഫാക്ടറി അടക്കമുള്ള വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം. ശാരദ മലയാളത്തിൽ എത്തുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് കുതിരയെ പോലെ കുതിച്ചുപായും എന്ന് സത്യൻ പറഞ്ഞപ്പോൾ അത് അവരുടെ ജീവിതത്തിലും അന്വർത്ഥമായി മാറി. കുതിരയെപ്പോലെ കുതിച്ചുപായും എന്ന് സത്യൻ പ്രവചിച്ച ശാരദ കുതിരയെപ്പോലെ തന്നെ മലയാള സിനിമയിലും തെന്നിന്ത്യൻ സിനിമയിലും കുതിച്ചുപാഞ്ഞു. മലയാളത്തിൽ സത്യൻ്റെയും മധുവിൻ്റെയും പ്രേംനസീറിൻ്റെയും ഒക്കെ നായികയായി ശാരദയുടെ അഭിനയ ശൈലി വളരെ ഉദാത്തമായ ഒരു അഭിനയ ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള പ്രേക്ഷകർ ശാരദയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ദുഃഖപുത്രിയാണെങ്കിലും തെലുങ്ക് നാട്ടിൽ വീരശൂര പരാക്രമമുള്ള റോളുകളൊക്കെ ശാരദ ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണയുടെ ഒരു തെലുങ്ക് സിനിമ ഞാൻ ഓർക്കുന്നു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥയാണ് ശാരദ. ശാരദയ്ക്ക് ഫൈറ്റ് വരെയുണ്ട് ആ ചിത്രത്തിൽ. അങ്ങനെ തെലുങ്ക് നാട്ടിൽ വീരശൂര പരാക്രമിയാണ് ശാരദ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മലയാളത്തിൽ അവർ ദുഃഖപുത്രി തന്നെയാണ്. എന്തായാലും ശാരദ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാമ്രാജ്യം തന്നെ വെട്ടിപ്പിടിച്ചു. ഇപ്പോഴും എളിമയോടെ ജീവിക്കുന്നു ഈ വലിയ നടി.